നമ്മുടെ ചാനലിൽ പുതിയൊരു സെഗ്മെൻറ്റ് തുടങ്ങുവാണ്. വേറെ ഒന്നുമില്ല, ടെക് ന്യൂസുകളാണ്. നമ്മുടെ ടെക് ലോകത്തുണ്ടാകുന്ന പുതിയ ന്യൂസുകളും അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ സ്മാർട്ട് ഫോൺസ് ഒക്കെ ലോഞ്ച് ആകുന്നുണ്ടെങ്കിൽ അതൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ വളർച്ച കിട്ടാതെ നമുക്ക് ടെക് ന്യൂസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിൽ പോകാം. ഏറ്റവും പുതിയ ആപ്പിളിൻ്റെ ഇവൻറ്റ് നടക്കുന്ന ഡേറ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 9 തീയതിയാണ് ഇവൻറ്റ് നടക്കുന്നത്. ആ ഇവൻറ്റിൽ വെച്ചിട്ടാണ് ഏറ്റവും പുതിയ iPhone 16 സീരീസ് ലോഞ്ച് ആകുന്നത്. അതുപോലെ തന്നെ എയർപോഡ്സിൻ്റെ 4 സീരീസ്, പിന്നെ ആപ്പിളിൻ്റെ വാച്ച് സീരീസ്. ഇനി അടുത്തൊരു ന്യൂസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ പലർക്കും കുറച്ച് സങ്കടം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു ന്യൂസാണ്. നമ്മുടെ ടെലഗ്രാമിനെ ബാൻ ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു ചെറിയ ന്യൂസ് കേൾക്കുന്നുണ്ട്. ഈ ടെലഗ്രാമിൻ്റെ ഓണറിനെ ഫ്രാൻസിൽ വെച്ചിട്ട് എന്തോ അറസ്റ്റ് ചെയ്തിട്ട് പുള്ളി ഇപ്പോൾ അവിടെ ജയിലിലാണെന്നാണ് കേൾക്കുന്നത്. ഈ ടെലഗ്രാം ബാൻ ചെയ്യുന്ന എനിക്ക് ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു സിനിമ റിലീസായിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ വന്നിട്ടുണ്ട്, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഇതിനകത്ത് വരുന്നത്. പക്ഷേ തമിഴ് സിനിമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിലീസാകുന്ന ആ ഡേറ്റിൽ തന്നെ നമുക്ക് ടെലഗ്രാമിൽ കിട്ടും. അതുപോലെ തന്നെ ആമസോണിലും നമ്മുടെ OTT പ്ലാറ്റ്ഫോംസിലൊക്കെ വരുന്ന സീരീസുകൾ എല്ലാ സംഭവം ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഇതിപ്പോൾ ബാൻ ചെയ്യാനായിട്ടുള്ള കാരണം ഇതൊന്നുമല്ല. ഈ ടെലഗ്രാമിൻ്റെ മറവിൽ ഇഷ്ടംപോലെ സ്കാമുകൾ നടക്കുന്നുണ്ട്. കുറച്ചധികം പേരുടെ പൈസകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മേ ബി അതായിരിക്കും അത് നിർത്താനുള്ള ഒരു കാരണം. ഇനി പുതിയ സ്മാർട്ട് ഫോൺ ലോഞ്ചുകൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിവോയുടെ T3 Pro എന്ന് പറഞ്ഞ പുതിയ ഫോൺ ലോഞ്ച് ആകുന്നുണ്ട്. നമ്മുടെ iQന്റെ Z9s Pro എന്ന് പറഞ്ഞ ഫോൺ ഉണ്ടല്ലോ, സെയിം ഫോൺ തന്നെയാണ്. എല്ലാം സെയിം ആണ്, സെയിം സ്പെക്കാണ്, സെയിം ഡിസ്പ്ലേ ആണ്, എല്ലാം സെയിം ആണ്. ഫോണിൻ്റെ പേര് മാത്രമേ മാറ്റുള്ളൂ. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന് പറഞ്ഞ പ്രോസർ വരുന്നുണ്ട്. 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 25,000 പ്രൈസ് റേഞ്ച് താഴെ വരുന്ന ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ഫോണുകളിലൊന്നാണ്. അതുപോലെ തന്നെ ഇൻഫിനിക്സിൻ്റെ Note 40 5G ഫോണിൻ്റെ റേസിംഗ് എഡിഷൻ വരുന്നുണ്ട്. 108 മെഗാ പിക്സലിൻ്റെ OIS ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. Dimensity 7020 എന്ന് പറഞ്ഞ പ്രോസർ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 19,000 രൂപയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസറുള്ള ഫോൺ വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. അതുമാത്രമല്ല, ഇൻഫിനിക്സിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് അത്ര നല്ലതാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. വിവോയുടെ തന്നെ T3 Ultra എന്ന് പറഞ്ഞ പുതിയൊരു ഫോൺ വരുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്, 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം Dimensity 9200+ എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ 8s Gen 3 ഉണ്ടല്ലോ, ആ ഒരു പ്രോസസറിനേക്കാളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രോസറാണ്. ഏത് പ്രൈസ് റേഞ്ചിലാണ് ഫോൺ ലോഞ്ച് ആകുന്നതെന്ന് അറിയില്ല, എന്നാലും അങ്ങനെ ഒരു പുതിയ ഫോൺ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ റിയൽമിയുടെ Narzo 70 Turbo എന്ന് പറഞ്ഞ ഫോൺ വരുന്നുണ്ട്. ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഗെയിമിംഗ് ഫോണായിട്ടാണ് ഇറക്കാൻ പോകുന്നത്. ഏകദേശം 7.6 mm ആണ് തിക്നെസ് വരുന്നത്. പക്ഷേ എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരിത് ഗെയിമിംഗ് സെൻട്രിക് ഫോണായിട്ടാണ് ഇറക്കുന്നത്. അങ്ങനെ ഇറക്കുന്ന ഒരു ഫോൺ എന്തിനാണ് ഇവർ സ്ലിം ആയിട്ട് ഇറക്കുന്നത്? അങ്ങനെ സ്ലിം ആയിട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബാറ്ററി കപ്പാസിറ്റി കുറയും. അതുമാത്രമല്ല, ഹീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടും. ഇനി ഹീറ്റ് ആകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കൂളിംഗ് സിസ്റ്റോ ടെക്നോളജിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. OnePlusന്റെ 13 സീരീസിൻ്റെ സ്പെസിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. റിലീസ് ഡേറ്റ് അല്ല, സ്പെസിഫിക്കേഷൻസ് ആണ്. 6.8 ഇഞ്ച് വരുന്ന OLED LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. 2K റെസൊല്യൂഷനും അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 4 പ്രോസർ വരുന്നുണ്ട്. 24 GB വരെ റാമും അതുപോലെ തന്നെ 1000 GB വരെ മെമ്മറിയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും അതുപോലെ തന്നെ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജറും ഒക്കെ വരുന്നുണ്ട്. ഇനി ക്യാമറ സെറ്റപ്പ് നോക്കാനാണെന്നുണ്ടെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 50 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നത്. കളർ OS 15 ആണ് വരുന്നത്. അതുപോലെ തന്നെ IP69 വരുന്നുണ്ട്. മേ ബി 68 ആയിരിക്കും, 69 ആണെന്നുള്ള റൂമറും കേൾക്കുന്നുണ്ട്. ഒരു കൃത്യമായിട്ടുള്ള പ്രൈസിങ്ങിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ മാറ്റമൊക്കെ വരുത്തി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു കില്ലർ ഫോൺ ആകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. OnePlusന്റെ കാര്യം പറയുമ്പോൾ ഒരു നെഗറ്റീവ് ന്യൂസും കൂടെ പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, OnePlusന്റെ 8 Pro അല്ലാന്നുണ്ടെങ്കിൽ OnePlusന്റെ 9 സീരീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം മദർ ബോർഡ് അടിച്ചു പോകുന്നു എന്നുള്ള പരാതികൾ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും ഭയാനകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് റീപ്ലേസ് ചെയ്യാനായിട്ട് നന്നാക്കാനായിട്ട് ചെന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് 30,000 40,000 ഒക്കെയാണ് നന്നാക്കിയതിന് മേടിക്കുന്നത്. അതായത് ആ ഫോൺ വാങ്ങാനുള്ള വിലയേക്കാളും കൂടുതലൊക്കെയാണ് നന്നാക്കാനായിട്ട് മേടിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ കയ്യിൽ OnePlusന്റെ 8 Pro അല്ലെന്നുണ്ടെങ്കിൽ 9 സീരീസ് ഒക്കെ ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ വരട്ടെ. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. അടുത്തൊരു ന്യൂസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിനെ സംബന്ധിച്ചുള്ളതാണ്. വേറെ ഒന്നുമില്ല, നിങ്ങൾ യൂട്യൂബ് പ്രീമിയം യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ കുറച്ചുകൂടെ അധികം പൈസ കൊടുക്കേണ്ടി വരും. യൂട്യൂബ് പ്രീമിയം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു വർഷത്തേക്ക് 1299 ആണ് കൊടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇനി ഒരു 200 രൂപയുടെ കൂടുതൽ കൊടുക്കേണ്ടി വരും. 1499 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് യൂട്യൂബ് പ്രീമിയം യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് തരും. നമ്മുടെ ആപ്പിളിനിട്ട് പുതിയൊരു മുട്ടം പണിയായിട്ട് യൂറോപ്യൻ യൂണിയൻ പിന്നെയും വരുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഐഫോണിൽ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഈ മെസ്സേജിങ് ആപ്പ് അല്ലാന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ, അങ്ങനെയുള്ള ക്ലോക്ക്, അങ്ങനെയുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. ഇങ്ങനെ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഇനി മുതൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മെസ്സേജിങ് ആപ്പ് അതാണല്ലോ ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. ആ മെസ്സേജിങ് ആപ്പിന് പകരമായിട്ട് ഇപ്പോൾ ആപ്പ് സ്റ്റോറിൽ വേറെ മെസ്സേജിങ് ആപ്പ് ഉണ്ടെങ്കിൽ ഞാനത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ മെസ്സേജിങ് ആപ്പിന് എനിക്ക് ഡിഫോൾട്ട് ആയിട്ട് വരുന്ന മെസ്സേജിങ് ആപ്പായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റണം. 8ന്റെ അല്ല, യൂറോപ്യൻ യൂണിയൻ നല്ല 16 പണിയാണ് കൊടുക്കുന്നത്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫോൺ വിൽക്കാനായിട്ട് യൂറോപ്പിലോട്ട് വരേണ്ടതെന്നാണ് യൂറോപ്യൻ യൂണിയൻ പറയുന്നത്.
ഈ യൂറോപ്യൻ യൂണിയൻ ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് ആപ്പിളിനകത്ത് ഇപ്പോൾ സി ടൈപ്പ് കേബിളൊക്കെ കിട്ടിയത്. എന്തായാലും നല്ലൊരു തീരുമാനം. സ്നാപ്ഡ്രാഗന്റെ 7S Gen 3 എന്ന് പറയുന്ന പുതിയൊരു പ്രോസർ ലോഞ്ച് ആയിട്ടുണ്ട്. അതായത് 7 Gen 3യുടെ ഒരു സക്സസർ ആയിട്ട് ഇറക്കുന്ന പ്രോസറാണ്. ഒരു 20,000-നും 30,000-നും ഒക്കെ ഇടയ്ക്ക് വരുന്ന ഫോണുകളിൽ പ്രതീക്ഷിക്കാം. നമ്മുടെ ജിയോ TV പ്ലസ് ലോഞ്ച് ആയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ വീട്ടിലൊരു ആൻഡ്രോയിഡ് TV ഉണ്ട് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ TV ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് ജിയോ TV പ്ലസ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് 800-ലധികം ചാനലുകൾ കിട്ടും. എത്ര രൂപയാണ് മന്ത്ലി കൊടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മുടെ നാട്ടിൻപുറത്തെ കേബിളുകാരെ പൂട്ടിക്കാനായിട്ടുള്ള പരിപാടിയായിരിക്കും. ആദ്യം കുറച്ച് നല്ല രീതിയിൽ വില കുറച്ചിട്ട് സംഭവം തരും, പിന്നീട് അവർ കൂട്ടിക്കോളും. ആൻഡ്രോയിഡ് 15 ലോഞ്ച് ആവുകയാണ്. ഒക്ടോബർ മാസമാണ് ലോഞ്ച് ആകുന്ന. നമ്മുടെ പിക്സലിൻ്റെ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ആകാൻ പോകുന്ന 9 സീരീസിലാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസിൻ്റെ നമ്മുടെ ഏറ്റവും അവസാനത്തെ ന്യൂസ് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഒരു ന്യൂസാണ്. സാംസങ് ഒഡീസി 3D എന്ന് പറയുന്ന പുതിയൊരു മോണിറ്റർ ലോഞ്ച് ആക്കിയിട്ടുണ്ട്. നമുക്ക് സാധാരണഗതിയിൽ 3D സിനിമകൾ കാണണമെന്നുണ്ടെങ്കിൽ കണ്ണാടി വെച്ചാലേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഈ മോണിറ്ററിനകത്ത് നമുക്ക് ഗ്ലാസ് വെക്കാതെ 3D വീഡിയോസ് കാണാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എന്തായാലും എഴുതണം. വേറൊന്നുമില്ല, നമ്മുടെ ആദ്യത്തെ ടെക് ന്യൂസാണ്. എന്തായാലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും താഴെ എഴുതിയാൽ കൊള്ളാം. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ന്യൂസുകൾ കാണാനാണ് താല്പര്യം എന്നുള്ളതിനെ പറ്റി ഒരു സജഷൻ താഴെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം.